ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് എന്തൊക്കെയെന്ന് കണ്ടാലോ. അപ്പോൾ രാവിലെ നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഇഡ്ഡലിക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി. സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ആർക്കും ഇഷ്ടമില്ല, അവരാരും കഷ്ണം കഴിക്കില്ല, അവർക്ക് ആ ഗ്രേവി മാത്രം മതി. പിന്നെ നല്ലൊരു പച്ചമുളകും പുതിനയിലയും ഇഞ്ചിയും എല്ലാം ചേർത്തൊരു ചമ്മന്തി ഉണ്ടാക്കി. അത് കടുക് വറുത്തെടുത്തു. ഒരാൾക്ക് സാമ്പാറിനേക്കാൾ ഇഷ്ടം പച്ച ചമ്മന്തി മതി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്: ചോറിലേക്ക് എടുക്കുക, ഇഡ്ഡലിയിലേക്ക് എടുക്കുക എന്നുള്ളൊരു കരുതലോടെയാണ് അത് ഉണ്ടാക്കണത്. പിന്നെ സാധാ പോലെ ഒരു ചോറും ഒരു തോരൻ ഉണ്ടാക്കിയില്ല. തോരന് പകരം ഇന്ന് കോവക്ക മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയത്. തോരൻ ഇപ്പം നോമ്പായതുകൊണ്ട് വല്ലാതെ ചിലവാണില്ല. മെഴുക്ക് പുരട്ടിയാകുമ്പോൾ ഒരു 4-5 കോവക്ക വെച്ചിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാൽ മതി. അധികം ബാക്കിയാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ 2 മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അതെടുത്ത് വറുത്തു. പിന്നെ പപ്പടം. അപ്പോൾ സമയം കൂടുതൽ പോവുക എന്തിനാ വെച്ചാൽ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക. ഇതിങ്ങനെ മുരിഞ്ഞ് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് നമ്മൾ ആവിയിൽ ഒന്ന് മൂടി വെക്കുകയും വേണം. എന്നിടയ്ക്കത് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പം അങ്ങനെയാണ്